അർജന്റീന ഇംഗ്ലണ്ട് തമ്മിൽ അത്രയ്ക്ക് രസമല്ലല്ലോ. ഫോക്ലാൻഡ് ഐലൻഡ് യുദ്ധം മുതൽ തുടങ്ങിയതല്ലേ. അർജന്റീനയ്ക്ക് എങ്ങനെയാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ, എന്തൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നത് ഇംഗ്ലണ്ടിനെ പറ്റി. അർജന്റീന ഇപ്പൊ ഇംഗ്ലണ്ടിന് ഒരു അപ്പർ ഹാൻഡ് ഉള്ള ഒരു മത്സരമാണ് വരുന്നത്. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ കൈ എന്ന് പറയുന്ന വഷളൻ പ്രസ്താവന നമ്മുടെ പത്രലേഖകരും ഡിയാഗോ മർഡോണ എന്ന് പറയുന്ന വിശ്വോത്തര കായിക പ്രതിഭ. ഞാൻ ഭയങ്കര ഒരു മർഡോണയുടെ വലിയൊരു ഫാൻ ആയിരുന്നു. അന്ന് മർഡോണയാണ് എല്ലാവർക്കും അറിയുന്നത്. മർഡോണയെ ഇഷ്ടപ്പെട്ടാണ് എല്ലാവരും അർജന്റീന അറിയുന്നത്. മർഡോണയെ അർജന്റീനയെ ഇഷ്ടപ്പെട്ടാണ് എല്ലാവരും മെസ്സിയിലേക്ക് വരുന്നത്. മർഡോണയാണ് ശരിക്കും. മർഡോണയ്ക്ക് മുന്നൊരു താരം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 78 വേൾഡ് കപ്പിൽ അർജന്റീന ജയിച്ചായിരുന്നു. അന്നൊരു ഗോളിയായിരുന്നു, ഡാനിയൽ പസറല്ലെ എന്ന് പറയുന്നൊരു ഗോളിയായിരുന്നു. അന്ന് ഹോളണ്ടിനെയാണ് 3-2 3-1 ആണ് ഒരു ഫൈനലിൽ തോൽപ്പിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണ്. അതിനെക്കുറിച്ച് എനിക്കൊരു വളരെ ഫെയിൻ മെമ്മറി ഉള്ളൂ 1978. പക്ഷേ ഇംഗ്ലണ്ടിന് ആ മത്സരം ഉണ്ടല്ലോ, മെക്സിക്കോ ക്വാർട്ടർ ഫൈനൽ, പീറ്റർ ഷിൽട്ടൺ എന്ന് പറയുന്ന 6 അടി 4 ഇഞ്ചോ അല്ലെ 6 അടി 5 ഇഞ്ചോ അതാണ്. ഒരു ഗോൾ കീപ്പർമാർക്കെല്ലാം ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. അർജന്റീനയുടെ ഗോൾ കീപ്പർ തന്നെ 195 ആണ്. അപ്പം അത് ഹാൻഡ് ബോൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. റെഡ് കാർഡ് ടു മർഡോണയ്ക്ക് കൊടുക്കേണ്ടതിന് പകരം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, മർഡോണ ദൈവത്തിന്റെ കൈ എന്ന് പറഞ്ഞൊരു ഗോൾ അടിച്ച് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ട് സെമി ഫൈനൽ കഴിഞ്ഞിട്ട് ജർമ്മനിയായിട്ട് ഫൈനല് അത് ജയിക്കും. ബുറിച്ചാഗെ, ബ്രൗൺ, വാൾട്ട്നർ, ഇവർ 3 പേരാണ് ഗോൾ അടിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ ഫൈനൽ ഞാൻ കണ്ടതാണ്. അതൊരു വല്ലാത്ത ഇതായിരുന്നു. അത് ഒരിക്കലും ഇംഗ്ലണ്ടിന് മറക്കാൻ കഴിയില്ല. ചതിയാണത്, അത് പക്കാ ചതി, ഫ്രോഡ് ഇതാണ്. പക്ഷെ അന്ന് ഈ വാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ എനിക്ക് തോന്നുന്നു മർഡോണയൊന്നും ഒരിക്കലും ഒരു താരമാവില്ല. അന്ന് സെമി ഫൈനലിൽ തോക്കും. പക്ഷെ അല്ലാതെ അടിച്ച ഗോളുകളൊക്കെ, ബെൽജിയത്തിന് അടിച്ച ഗോളും ഇംഗ്ലണ്ടിനെതിരെ അടിച്ച ഗോളും ഒക്കെ, ഈ കൈയുള്ള ഗോൾ ഒഴിച്ച് ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. മർഡോണ ഒരു പാറ്റേൺ ടാങ്ക് പോലായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ഇതൊക്കെ ഇപ്പോഴും ഒന്ന് കാണുന്നത്. പക്ഷെ ആ ജീവിതം ഈ മർഡോണ മാത്രമല്ല, വേറെ ഒരു റൊണാൾഡീഞ്ഞോ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ താരമുണ്ട്. അറ്റ് വൺ ടൈം ഏതാണ്ട് $90 മില്യൺ വരുമാനം ഉണ്ടായിരുന്നവനാണ്. അവസാനം $5 മാത്രം ബാങ്ക് അക്കൗണ്ടിലായി തെണ്ടി തിരിഞ്ഞു നടന്നു. അവസാനം സ്പാനിഷ് പാസ്പോർട്ടും പുള്ളിയുടെ നാട്ടിലെ ബ്രസീലിയൻ പാസ്പോർട്ടും സറണ്ടർ ചെയ്യേണ്ടി വന്നു. അവസാനം പരാഗ്വേയിൽ പോയി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ കാണിക്കാനായിട്ട് ഒരു പാസ്പോർട്ട് ഫോർജ് ചെയ്തുകൊണ്ട് പോയി. അവിടെ അവർ പൊക്കി അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ജയിലിലെ പുള്ളികളുമായിട്ട് ഫുട്ബോൾ കളിയായിരുന്നു ഈ റൊണാൾഡീനോ. ഇതിന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്രസീലിയൻ പൗരന് അവന് പാസ്പോർട്ട് സറണ്ടേഡ് ഓർ നോട്ട്, ഒരു ബ്രസീലുകാരന് പരാഗ്വേയിൽ പോകാനായിട്ട് പാസ്പോർട്ട് കരുതേണ്ട കാര്യമേ ഇല്ലായിരുന്നു. പാസ്പോർട്ട് ആവശ്യമില്ലാത്തടത്ത് ഫോർജ്ഡ് പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ അയാളുടെ ചേട്ടനൂടെ ജയിലിൽ കിടന്ന് അവിടെ ഫുട്ബോൾ കളിക്കുന്നു. അതൊക്കെ ഭയങ്കര കഥകളാണ്. എന്നാലും അങ്ങനെ ഒരു ദുരന്ത നായകൻ കൂടിയാണ്. മർഡോണയുടെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ എപ്പോൾ മത്സരം വരുമ്പോഴും അതൊരു രണ്ടാം ഫോക്ലാൻഡ് യുദ്ധം പോലെയാണ്. മാർഗരറ്റ് താച്ചറിന്റെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ്. അതുകൊണ്ട് അതിനകത്ത് എപ്പോഴും ഒരു ചരിത്രപരമായ ഒരു എന്താ പറയുക, ഒരു അനിമോസിറ്റി ഉണ്ട്, ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ട്. അപ്പം ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ സൈഡാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബെറ്റർ പ്ലേയേഴ്സ് ആണ്, ബെറ്റർ കോർഡിനേഷൻ ആണ്. എന്നാൽ അർജന്റീനയെ എഴുതി തള്ളാൻ കഴിയില്ല. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം they were depending on Messi. Now they are over depending on Messi. That's a difference I feel. And Messi is not getting any younger.